മലപ്പുറം വിഭജിക്കണമെന്ന് കാന്താപുരം ഉസ്താദ് വന്ന് പറഞ്ഞാല് ഇപ്പോ യത്തീമക്കളെ സഹായിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും നമ്മുടെ കാന്താപുരം ഉസ്താദിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ചെയ്യുന്നതൊന്നും അല്ലല്ലോ. ഫണ്ട് രൂപീകരിച്ചും പിരിവ് നടത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം, നടപ്പാക്കണമെന്നുണ്ടോ? ഇന്ന് കാന്താപുരം ഉസ്താദ് പറഞ്ഞതുപോലെ നാളെ കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് അവർക്കൊരു ഏരിയ വിഭജിക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഏരിയ വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു സംശയം മാത്രമാണ്. ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇപ്പൊ നാളെ മലപ്പുറത്തെ വിഭജിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇന്നിപ്പോ ഒരു ജില്ലയായിട്ട് നിൽക്കുന്ന മലപ്പുറത്തെ വിഭജിച്ച് അതിനകത്ത് മുസ്ലിംസിനെ മാത്രം കുത്തി നിറച്ച് അതിനെ വേറൊരു സംസ്ഥാനമാക്കി രൂപീകരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ കാന്താപുരം ഉസ്താദിന് ഇങ്ങനെ വിഭജിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ രാജഭരണമായിരിക്കോ അത് ജനാധിപത്യമായിരിക്കോ? ഇനിയിപ്പോ രാജഭരണം ആയാലും ജനാധിപത്യമായാലും അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ജനാധിപത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ കാന്താപുരം ഉസ്താദ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ സംസ്കാരം മാറും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭാഷ മലയാളം അല്ലേ. അപ്പോ ഉറപ്പായിട്ടും അതൊരു മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ഒരിടം ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവിടെ ഇനിയിപ്പോ മലപ്പുറത്തുള്ള ആളുകളൊക്കെ എന്തായാലും അറബിയും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രായമായ ഒരു മനുഷ്യനല്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതെന്നൊക്കെ ഉള്ള മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എല്ലാ മലയാളികൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ശരിക്കും എന്തിനാണ് ഈ മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? ഇപ്പൊ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മുടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് ചുമന്ന രക്തം തന്നെയല്ലേ ഉസ്താദേ? ഒന്ന് ചോദിച്ചോട്ടെ ഉസ്താദെ, കാലക്രമേണ BJP കേരളം ഭരിക്കുമോ എന്ന് മുന്നിൽ കണ്ടിട്ടുള്ള വിഭജന ശ്രമം അല്ലേ ഇത്? പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്യവയോധികരായ കാന്തപുരം ഉസ്താദിനെയും മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ കാലാകാലങ്ങളായി സംഘപരിവാർ മുസ്ലിം വിരുദ്ധർ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്നതോ അത്തരത്തിലുള്ള അവരുടെ നീക്കങ്ങൾക്ക് കരുത്ത് പകരാൻ അല്ലെങ്കിൽ മൈലേജ് പകരാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ്. സഹോദരി, നമുക്കറിയാത്ത വിഷയങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യതയാണ്. അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. ഏതായാലും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ സഹോദരി പറഞ്ഞ സ്ഥിതിക്ക് ഓരോന്നിനും കൃത്യമായ മറുപടി ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. അതുവരെ നമുക്ക് 13 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. 1984 കാസർഗോഡ് ജില്ല രൂപീകൃതമാവുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. എന്തിനാണ് കണ്ണൂർ ജില്ലയെ വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിച്ചതെന്ന് സഹോദരിക്കറിയുമോ? അത് സഹോദരി വിചാരിക്കുന്നത് പോലെ അക്കാലത്ത് ആർക്കെങ്കിലും പ്രത്യേകമായ മതപരമായ വിശ്വാസപരമായ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലായിരുന്നില്ല. കുറേ പേർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നോ ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായ ഒരു പ്രദേശം വേണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ചത്. അതിൻ്റെ കാരണം ഉയർന്ന ജനസംഖ്യാ നിരക്കായിരുന്നു. കണ്ണൂർ ജില്ല രണ്ടായി മുറിക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യാ നിരക്ക് 1984 കണക്കനുസരിച്ച് ഏതാണ്ട് 28 ലക്ഷത്തിന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയെ മുറിച്ച് കാസർഗോഡ് ജില്ല കൂടി രൂപീകരിച്ചത്. ഇനി നിലവിൽ ജില്ലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2011 കണക്കുകൾ വെച്ച് നോക്കിയാൽ 47 ലക്ഷമാണ് മലപ്പുറത്തെ ജനസംഖ്യ. ഇപ്പോൾ അതൊരു പക്ഷേ 50 അടുക്കുകയോ അല്ലെങ്കിൽ 50 മുകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാത്തിലുമുപരി അടിസ്ഥാന സൗകര്യം എല്ലാവരിലേക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി 28 ലക്ഷം ജനങ്ങളുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ച് കാസർഗോഡ് എന്നൊരു പുതിയ ജില്ല രൂപീകരിക്കാമെങ്കിൽ 50 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് രണ്ടായി വിഭജിച്ചുകൂടാ? ഭരണപരമായ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടേ? അടിസ്ഥാന സൗകര്യങ്ങൾ അവരിലേക്കും എത്തണ്ടേ? കൃത്യമായ സർക്കാർ സേവനങ്ങൾ അവർക്കും മുടങ്ങാതെ ലഭ്യമാവണ്ടേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലപ്പുറത്തിന് ശ്വാസം മുട്ടുകയാണ്. അത് ഈ വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറും ഒക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ശ്വാസം മുട്ടലല്ല. ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സർക്കാർ സേവനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്.
ജനങ്ങൾക്ക് അതൊന്നും കൃത്യമായി കിട്ടാത്തതിൻ്റെ വലിയ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ആ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സഹോദരി കാന്തപുരം ഉസ്താദ് കാലിക പ്രസക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചത്. പിന്നെ സഹോദരി എന്താണ് പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് ഈ യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പണം കൊണ്ടുവന്നിട്ടല്ല, ഈ ആളുകളിൽ നിന്നും പിരിച്ചും സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അത് ഈ പറയുന്നത് പോലെ വലിയൊരു സംഭവമല്ല എന്ന രീതിയിലാണ് സഹോദരി പറഞ്ഞത്. ശരിയാണ്, ഉസ്താദ് ഓരോ മാസവും തൻ്റെ കുടുംബ സ്വത്തിൻ്റെ ഒരു ഭാഗം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്നല്ല ഈ പറയുന്ന കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും. പക്ഷേ ഈ സംഭാവന ആരാണ് സഹോദരി ചോദിക്കുക? ആരാണ് പിരിവിന് പോവുക? സഹോദരി കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അനാഥരായ സാധുക്കളായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരോടെങ്കിലും കൈ നീട്ടിയിട്ടുണ്ടോ? അവർക്കൊരു സഹായം എത്തിക്കാൻ ഏതെങ്കിലും രീതിയിൽ സഹോദരി ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ കാന്തപുരം ഉസ്താദ് കൈ നീട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ആയിരക്കണക്കിന് യത്തീം കുട്ടികൾക്ക് വേണ്ടി, പതിനായിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി, സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോൾ അവർക്ക് പുസ്തകങ്ങളും ബാഗും കുടയും വാങ്ങാൻ വേണ്ടി, ഒരു ജോഡി ചെരുപ്പിന് വേണ്ടി എല്ലാവരോടും ഉസ്താദ് കൈ നീട്ടിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പലതരത്തിലും പല രീതിയിലും പല രാജ്യങ്ങളിലും ഉസ്താദ് കറങ്ങി നടന്ന് ഈ രീതിയിൽ ആളുകളോട് പിരിവുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര പേർക്ക് പോയി പിരിവുകൾ ചോദിക്കാൻ സാധിക്കും? അങ്ങനെ എത്ര പേർക്ക് സംഭാവനകൾ ചോദിക്കാൻ സാധിക്കും? ഇനി സാധിച്ചാൽ തന്നെ അത് എത്ര കാലം തുടരാൻ പറ്റും? എനിക്ക് പറ്റില്ല, സഹോദരിക്ക് പറ്റുമോ? സ്വന്തം ജീവിതം തന്നെ ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ എത്ര പേരെ കൊണ്ട് സാധിക്കും? എത്ര പേർക്ക് ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളുടെ ഭാഗമാവാൻ, അതിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ട സഹോദരി, കാന്തപുരം ഉസ്താദ് പഠിച്ചിറങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചു പോകാമായിരുന്നു. അത്തരത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതായിരുന്നില്ല. ഈ വീഡിയോയിലൂടെ സഹോദരി കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴും ഉസ്താദ് പ്രായത്തിൻ്റെ അവശതയെല്ലാം മറന്ന് വലിയൊരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഉസ്താദ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ജനമനസ്സുകളിൽ ഉസ്താദ് ചേക്കേറുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഇക്കാലത്ത് ആർക്കും തൊടാനുള്ള ധൈര്യമില്ല. നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെയും മാംസത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യരെ നിഷ്കരണം കൊന്നുകളയുന്ന ഈ കാലത്ത് ഒരാളും പറയാത്ത, ഒരാളും തൊടാൻ ധൈര്യം കാണിക്കാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വരാത്ത ഒരു പ്രമേയം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് മനുഷ്യർക്കിടയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരി, ഗാലറിയിൽ ഇരുന്ന് ആർക്ക് എന്ത് കമൻറ്റും പറയാം. എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണമെങ്കിൽ അസാധ്യമായ ക്ഷമയും അർപ്പണ മനോഭാവവും കൈമുതലായി ഉണ്ടാവണം. സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ സഹോദരി ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ് കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഒരായുഷ്കാലം മുഴുവൻ ഒരു സമൂഹത്തിന് വേണ്ടി ജീവിച്ചു തീർത്ത ആ മഹാനുഭാവനെ കുറിച്ച് 4 ലൈക്കിനും ഷെയറിനും വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാനാവില്ല. കാന്തപുരം ഉസ്താദിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗമാണ് ഈ ഞാനും. അതുകൊണ്ട് തന്നെ സമർപ്പണ ജീവിതത്തിൻ്റെ പര്യായമായ ആ വ്യക്തിത്വത്തെ ആരെങ്കിലുമൊക്കെ അറിവില്ലായ്മ കൊണ്ടോ അർത്ഥസത്യങ്ങൾ കൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ തിരുത്തേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും എൻ്റെ കടമയാണ്, കർത്തവ്യമാണ്.